ജീൻസ് ടോപ്പാണ്. നിങ്ങൾക്കറിയാം, എവിടെ നോക്കിയാലും ഇന്ന് നമ്മുടെ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലെല്ലാം കാണുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ്. നിങ്ങൾക്കറിയാം, എവിടെ നോക്കിയാലും ഇന്ന് നമ്മുടെ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലെല്ലാം കാണുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ് നമുക്ക് തയ്ക്കാം. അതായത് ജീൻസ് ഇടാൻ കൊള്ളാവുന്നൊരു ഷോർട്ട് ടോപ്പ്. ഇത് 1 മീറ്റർ തുണിയേ ഉള്ളൂ, ഒന്നല്ല 1.10, 1 മീറ്ററും 10 സെൻറ്റിമീറ്റർ തുണിയേ ഉള്ളൂ. പക്ഷേ 45 ഇഞ്ച് വീതിയുണ്ട്. ഞാനിതിനെ 4ആക്കി മടക്കിയിട്ടു. കണ്ടല്ലോ നിങ്ങൾ, 4 പീസായിട്ട് 4ആയിട്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. എന്നിട്ട് ശരിക്കും ഇത് തയ്ക്കാനല്ല 1.5 മീറ്റർ നല്ല തുണി വേണം, അല്ല 2 മീറ്ററും വേണം. ഫുൾ കൈ വേണ്ടത്. എനിക്ക് തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുൾ കൈ വെക്കുന്നില്ല. നമ്മൾ എടുത്തിരിക്കുന്ന ഷോൾഡർ 7 ഇഞ്ചാണ്. അതേ ഷോൾഡർ നമ്മൾ ആം ഹോൾ ലെങ്തായിട്ടും എടുക്കുന്നു. 7 ഇഞ്ച് ഷോൾഡർ, അതേ 7 ഇഞ്ച് ആം ഹോളിലും. നമുക്കൊരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. സ്ലോപ്പ് ഓടിക്കാം. ഒരു കാര്യം ഇവിടെ പറയാം, 35 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആൾക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുന്നത് 15 ഇഞ്ചിലാണ്. എല്ലാം കൂടെ കൂട്ടിയാണ്, തയ്യൽ തുമ്പ് എല്ലാം കൂട്ടി, പ്രത്യേകിച്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നില്ല. 15 ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് 35ൻ്റെ കൂടെ സാധാരണ 4 കൂട്ടത്തില്ലേ, നമുക്കിവിടെ 4 കൂട്ടണ്ട. കാരണം ഇതൊരു ടൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് 2 ഇഞ്ചേ കൂട്ടുന്നുള്ളൂ. അപ്പം 35 2 37, 37ൻ്റെ 4-1 അടയാളപ്പെടുത്തി നമുക്ക് ബാക്കി 2 ഇഞ്ചോളം ഉണ്ട്, അവിടെ കിടന്നോട്ടെ സീമ്. അടുത്ത് നമുക്ക് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 28, 28ന് 2 30, 30ൻ്റേത് 7.5, അതും കൊടുത്ത് നമുക്കിത് രണ്ടും കൂടെ തമ്മിൽ ചേർക്കാം. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ ഈ ആം ഹോൾ റൗണ്ടും കൂടെ ഷേപ്പ് ചെയ്ത് വരച്ചു. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചാണേ. 3.5 ഇഞ്ചിൽ നമുക്ക് ബാക്കിൽ ചെറിയ നെക്കും ഫ്രണ്ടിലേക്ക് ഒരു വി നെക്കാണ് എടുക്കുന്നത്. 7 ഇഞ്ച് ഇറക്കത്തിൽ ഒരു വി നെക്ക്. ഈ നെക്ക് നമുക്ക് എങ്ങനെ വേണേലും ഡിസൈൻ ചെയ്യാം, എങ്ങനെ വേണേലും. വി നെക്കാണ് സാധാരണ ഇതിനെല്ലാം കണ്ടുവരുന്നത്. നമുക്കിനി ഫ്രണ്ടിലേക്കുള്ള കൈക്കുഴിയും കൂടെ ഇവിടെ തന്നെ വരച്ചങ്ങ് എടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് സംശയം തോന്നുന്നില്ലല്ലോ, പിടികിട്ടിയില്ലേ? 35 ഇഞ്ചുള്ള ചെസ്റ്റ് അളവുള്ള ആൾക്കാർ, അത് 34നും 36നും ഒക്കെ നമുക്ക് ഏതാണ്ട് ഇതേ അളവ് തന്നെ യൂസ് ചെയ്യാം. നമുക്കെന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഇപ്പം കട്ട് ചെയ്യുന്നില്ല കേട്ടോ, നെക്കൊക്കെ നമുക്ക് തയ്ക്കുന്ന സമയത്തേ ഉള്ളൂ. കാരണം എങ്ങനെ തയ്ക്കണം ഞാൻ എന്ന് പ്ലാൻ ചെയ്തില്ല, അതുകൊണ്ടാണ്. ഇതിൻ്റെ ബാക്ക് പാർട്ട് മാത്രം മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്ക് നെക്ക് 3.5 വിഡ്ത്തും 3.5 ലെങ്തും എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രണ്ടിൻ്റെ എക്സ്ട്രാ കൈക്കുഴിയും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ടോപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടല്ലോ, അനാർക്കലി മോഡലിലായിരിക്കുന്നത്. അതായത് 3.5 ഇഞ്ച് നമ്മൾ ഈ 15 ഇഞ്ചിൻ്റെ താഴേന്ന് 3.5 നമ്മൾ മാർക്ക് ചെയ്യണം. കണ്ടല്ലോ, ആ 3.5 ഇഞ്ചിൽ നിന്ന് നമ്മുടെ സൈഡിലേക്ക് നമുക്കത് ചെരിച്ച് വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, അതാണ് അതിൻ്റെ ഷേപ്പ്. ഇനി ബാക്കിയുള്ള തുണി നമുക്ക് ഇത്രയേ ഉള്ളൂ. ആകെ തുണി ഞാൻ പറഞ്ഞല്ലോ 1.10 ഉള്ളൂ, ഒരു കട്ട് പീസായിരുന്നു. ആകെ നമുക്ക് ഇറക്കം 30.5 ഇഞ്ചേ ഉള്ളൂ. അതിനെ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഫ്രണ്ട് പാർട്ടിന് ഞാൻ 17 ഇഞ്ച് എടുക്കും, 17ഉം ബാക്കി 13.5, അത്രേ ഉള്ളൂ ആകെ. അപ്പോൾ അത് കറക്റ്റ് അങ്ങനെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്തിനാ ഫ്രണ്ടിൽ 3.5 ആഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഒരു 3.5 ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, അത്രയും പീസ് ഫ്രണ്ട് പാർട്ടിന് കൂടുതൽ വേണം. ഒരുപോലെ അല്ല വരുന്നത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണേ വെട്ടുമ്പം. ഇത് ബാക്കി 13.5 ഉണ്ട്, 13.5 ഉണ്ട്. അപ്പോൾ ആ 3.5 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിൽ കൂടുതലുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ തുണിയുടെ ലഭ്യത അനുസരിച്ച് നമുക്ക് പ്ലേറ്റ്സ് ഇടാം, അത് നമുക്ക് പറയണ്ട. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും. അവസാന സ്ഥലത്ത് 45 ഇഞ്ച് വീതി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത്രയും ഞുറിവ് ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ലാസ്റ്റ് ഭാഗത്തൊരു 4 ഇഞ്ച് വീതിയിൽ തുണി മിച്ചം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്തിനാണെന്നറിയോ? എനിക്ക് സ്ലീവ് കൊടുക്കാൻ വേണ്ടി. ചെറിയ എന്തെങ്കിലും റഫിൾ സ്ലീവ് നിങ്ങൾക്ക് അറിയത്തില്ലേ, റഫിൾ സ്ലീവ് പോലെ കൊടുക്കാൻ വേണ്ടിയാണേ. ശരിക്കും ഫുൾ കൈ ആയി ഇതിന് വേണ്ടത്. ഫുൾ കൈയോ അല്ലെങ്കിൽ മുട്ടിന് താഴെ വരുന്ന അത്രയും ഉള്ള കൈ വേണമായിരുന്നു.
അപ്പം ഞാൻ ഇത് 2 പാർട്ടും ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തു. എന്നിട്ട് 2ൻ്റെ സെൻറ്റർ ഒന്ന് ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് തിരിച്ചറിയാൻ വേണ്ടി. ഫ്രണ്ട് പാർട്ടിൽ നോക്കിക്കോണം നമ്മൾ എന്നാ ചെയ്യുന്നത്. എവിടെയാണ് ഈ 3.5 എടുത്തുന്നത് കണ്ടോ? ഓപ്പൺ സൈഡിലാണ്. നമ്മുടെ 2 സൈഡിലേക്ക് വരുന്ന ഭാഗത്ത് 3.5 എടുത്തിട്ട് നടുക്കോട്ട് ആ 3.5 ലൈൻ നമ്മൾ കൂട്ടിമുട്ടിച്ചിട്ട് നമുക്കതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മുടെ തയ്യൽ പരിപാടിയിലേക്ക് പോകാം. പക്ഷേ ചെറിയൊരബദ്ധം പറ്റിയിട്ടുണ്ട് എന്നു മനസ്സിലായി കാണില്ലേ. ഫ്രണ്ട് പാർട്ട് മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഞാനൊരു ലൈനിങ് തുണി, വെള്ള ലൈനിങ് തുണി വാങ്ങിച്ചതുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് കണ്ടോ ഫ്രണ്ടും ബാക്കും കംപ്ലീറ്റ് തയ്ച്ചിട്ട് മറിച്ചിട്ടു. അങ്ങനെ മറിച്ചിടുമ്പം നമുക്ക് ഒരു തയ്യൽ തുമ്പ് എങ്ങും ഇല്ലാത്ത പോലെ ചെയ്തേ. ഇത് ചെയ്യുന്ന വീഡിയോ ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു വേസ്റ്റ് കോട്ട് തയ്ക്കുന്ന വീഡിയോയിൽ കംപ്ലീറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെ തയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഫ്രണ്ട് വീനെക്കായിട്ടും ബാക്ക് യൂനെക്കും വെച്ച് മറിച്ചിട്ടു. അതായത് ലൈനിങ് തുണി വെച്ച് തയ്ച്ചിട്ട് തിരിച്ചിട്ടു. എന്നിട്ട് പതിച്ചെടുക്കുക ചെയ്തത്. ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയുള്ള അതും ബാക്ക് പാർട്ടിന് വേണ്ടിയുള്ളതും നമ്മൾ ഞൂറി വിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് ഫിറ്റ് ചെയ്യും. അതിന് മുമ്പ് ഈ ആം ഹോളിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ തയ്ച്ചിട്ട് മറിച്ചിടുകയായിരുന്നു. അതുകൂടെ ഒന്ന് പതിച്ചടിക്കുക. ഇങ്ങനെ പതിച്ചടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു 4 ഇഞ്ച് പ്രഷർ ഫൂട്ടിൻ്റെ വീതിയിൽ, ഒരു പ്രഷർ ഫൂട്ടിൻ്റെ വീതിയിൽ നമ്മൾ അടിക്കും. നിങ്ങൾ റെഡിമെയ്ഡൊക്കെ കാണുമ്പം കണ്ടിട്ടില്ലേ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വൃത്തിയായിട്ട് വേണം, നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കണം. അതിന് വേണ്ടിയാണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്കിനിയും ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഈ ഞുറിവ് പിടിപ്പിക്കണ്ടേ, അതുമായിട്ട് കൂട്ടിച്ചേർക്കാം. കണ്ടോ, 2ൻ്റെ ഫ്രണ്ട് പാർട്ട് നോക്കുമ്പോൾ എനിക്ക് എത്തിയില്ല. അപ്പം ഞാൻ ചെറുതായിട്ട് ആ ഇട്ട ഇതൊന്ന് പൊട്ടിച്ച് നീക്കുക. അങ്ങനെ ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കാണിയിൽ അടിച്ചിട്ട് നമുക്ക് വേണ്ടതുപോലെ ചുരുക്കി തയ്ക്കാം. എനിക്ക് അതങ്ങോട്ട് അത്ര സ്യൂട്ട് ആകാറില്ല. ഞാൻ തയ്ക്കുമ്പം ചെയ്തിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം നൈറ്റിയുടെയൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും എനിക്ക് അത്ര ശരിയാകത്തില്ല. ഞാൻ കൂടുതലും ഇങ്ങനെ തയ്ച്ച് എടുത്തിട്ട് തമ്മിൽ ചേർക്കുക ചെയ്യുന്നത്. കൂടിപ്പോയാൽ ഇച്ചിരി പ്ലേറ്റ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് അങ്ങെടുക്കും. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും നല്ല കൃത്യമായിട്ട് ചേർത്ത് വെച്ചിട്ടങ്ങ് അടിച്ചെടുക്കാം. ഇത് ബാക്ക് പാർട്ടാണ്. ഇത് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. 2 അടി പഠിച്ചു. എനിക്ക് എൻ്റെ മെഷീനൊരു പണി തന്നു. അതുകൊണ്ടാണ് എൻ്റെ ആദ്യ ഭാഗം തയ്ച്ചത് കാണാൻ പറ്റാതെ പോയത്. തയ്ച്ച് തുടങ്ങിയപ്പോൾ നൂല് പൊട്ടി. അതുകൊണ്ടാണ്. നോക്കിക്കേ, ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ട്. ഞാൻ ഒരു 3.5 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തിയില്ലേ. അപ്പം നമുക്ക് ഫ്രണ്ട് പീസിന് വേണ്ടി എടുത്തിരിക്കുന്ന ഞുറിവുള്ള ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ വെച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കാൻ. അത് പ്രത്യേകം മറക്കല്ലേ. അല്ലാതെ ഒരരികിൽ നിന്ന് അടിച്ച് വരരുത്, വന്നാൽ ഷേപ്പ് കിട്ടത്തില്ല. എന്നിട്ട് നമുക്ക് ഈ ഞുറിവുള്ള ഭാഗം ഈ പീസിലേക്ക് ചേർത്ത് അങ്ങ് തയ്ക്കാം. ഇത് പക്ഷേ കറക്റ്റായിരുന്നു, വലിയ കുഴപ്പമൊന്നും വന്നില്ല. കണ്ടോ, കറക്റ്റായിട്ട് വന്നു. ഒരുവിധപ്പെട്ടതൊക്കെ തയ്ച്ച സാധാരണ കറക്റ്റായിട്ട് തന്നെ വരും. ഇനി നമുക്ക് ഇപ്പുറത്തുനിന്നൂടെ ആ അടിപ്പ് ഇങ്ങോട്ടടിക്കാം. മുമ്പേ അടിച്ച അതേ സീം അലവൻസിൽ തന്നെ നമുക്ക് ഇതും തയ്ച്ച് വരാം. സെൻറ്ററിലേക്ക് തയ്ച്ച് വരണേ. സത്യത്തിൽ പണി കഴിഞ്ഞു. അതിൻ്റെ ടോപ്പ് പാർട്ട് മുഴുവൻ നമ്മൾ ചെയ്ത് തീർത്ത് വെച്ചേക്കല്ലേ. പണി തീർന്നു. കണ്ടോ, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്നാ പണിയുള്ളേ, നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ, ഇനി നമുക്ക് 2 ഭാഗവും കഷക്കുഴിയുടെ അവിടെ നമുക്ക് കൃത്യമായ അളവിൽ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന 2 ഇഞ്ച് സീം അലവൻസിൽ നമുക്ക് തയ്ച്ചിങ്ങെടുക്കാം. ഇവിടെ ഒന്നും അധികം കയറ്റി അടിക്കേണ്ട, കാരണം നമ്മൾ ഷേപ്പിന് തന്നെയാണല്ലോ തുണി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പമാണ്, വലിയ മെനക്കേടൊന്നുമില്ല. ഫ്രണ്ട് വശം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്യാൻവാസ് വെച്ച് നെക്ക് തയ്ക്കുവോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പീസിൽ സെയിം തുണി വെട്ടിയിട്ട് തിരിച്ചടിക്കുവോ, എങ്ങനെ വേണം. അല്ലെ ക്രോസ് പീസ് മൊത്തത്തിൽ വെച്ച് തയ്ച്ചെടുക്കുവോ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എളുപ്പമാർഗ്ഗം ഇതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ. തന്നെയല്ല, നമ്മൾ ബോഡി പാർട്ടിൽ ലൈനിങ് തുണി കൊടുക്കുകയാണെങ്കിൽ ഇടാനും ഒരു ഭംഗിയുണ്ട്, ഇടാനൊരു സുഖം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ച് തയ്ച്ചത്. അപ്പം നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. എങ്ങും തയ്യലും ഒന്നും കാണാതെ നല്ല ഫിനിഷായിട്ടിരിക്കും.
ഇത് ഞാനൊരു UV നെക്കാണ് തയ്ച്ചേക്കുന്നത്, പ്രോപ്പർ വി അല്ല, സ്വല്പം ഇങ്ങനെ വളച്ചെടുക്കത്തില്ലേ, അങ്ങനെ നമുക്ക് 2 സൈഡും 2 പ്രാവശ്യം വെച്ച് അടിച്ചെടുക്കാം. അടിപ്പൊക്കെ അടിക്കാൻ നല്ല സുഖമാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ എനിക്കൊരു പ്രശ്നം വന്നെന്ന്. ഈ ഫ്രണ്ട് പാർട്ട് തയ്ക്കാൻ വന്നപ്പം നൂല് പൊട്ടിപ്പോയി. എന്നിട്ട് ഒരു ഇച്ചിരി ഞാൻ മെനക്കെട്ടു. ആ സമയത്ത് വീഡിയോ ഓഫ് ചെയ്തതായിരിക്കണം, അതോ അല്ലേ വല്ല കോള് വന്നതാണെന്ന് അറിയത്തില്ല, ആ പാർട്ട് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാൻ ഓർത്തത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമല്ലല്ലോ അത്, നമുക്ക് അറിയേണ്ടത് ഈ പ്രത്യേക സ്ഥലങ്ങളല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് ഈ ഭാഗം തൊട്ടങ്ങ് കാണിച്ചത് കേട്ടോ. എന്നിട്ട് നമുക്ക് അടിഭാഗം ചെറുതായിട്ട് 2ആയിട്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഫുള്ള് അടിച്ചെടുക്കാം. അടിക്കാനൊക്കെ നല്ല സുഖമല്ലേ. അത് കഴിഞ്ഞ് പ്രശ്നമൊക്കെ പരിഹരിച്ച് നല്ല കുട്ടപ്പനായിട്ട് തയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇതേ തയ്ച്ചങ്ങ് തുടങ്ങിക്കഴിഞ്ഞിട്ട് വേറൊരു മെഷീനെ തുടങ്ങാൻ തോന്നുകയില്ല, ഒട്ടും ഇഷ്ടമല്ല മറ്റൊരു മെഷീനിലും പിന്നെ തയ്ക്കാനായിട്ട്. വേണ്ട ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നോക്കിക്കേ, കണ്ടോ, തയ്യലെല്ലാം കഴിഞ്ഞു. കയ്യില്ല പിടിപ്പിക്കാൻ, കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു റഫിൾ സ്ലീവ് പിടിപ്പിക്കാമെന്ന്, അതിന് മുമ്പ് ബാക്കി എല്ലാ പണിയും തീർത്തു, എല്ലാം കഴിഞ്ഞു, നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇടാൻ നല്ലതാണ് സ്ലീവ്ലെസ് ആയിട്ട് ഇടുന്നവർക്ക്. ഇനി നമ്മൾ സ്ലീവ് പിടിപ്പിക്കാൻ വേണ്ടി 4 ഇഞ്ച് വീതി, ഞാനൊരു ഇച്ചിരി കൈ ഇരുന്നോട്ടെന്ന് ഓർത്താൽ 4 ഇഞ്ച് വീതി എടുത്തു, 30 ഇഞ്ച് ഇറക്കും. ഇതൊന്നും ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക്, 4 ഇഞ്ച് എന്നുള്ളത് 3 ആക്കാം, നീളം 30 ഒന്നും വേണ്ട, 10 20 ഉള്ളിലും ചെറിയ ഞുറിവ് കൊടുത്ത് നമുക്ക് റഫിൾ സ്ലീവ് വെക്കാം. നമുക്കത് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നമുക്ക് എന്നിട്ട് ചെയ്യുന്നത് ഒരു അരിക് നമുക്ക് മടക്കി അടിക്കാം. ഞാൻ ആ തേര് ഭാഗം അല്ല അടിക്കുന്നത്, മറുവശമാണ്. തേര് ഭാഗം നമുക്ക് അന്നേരം സ്ലീവേലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ടിരുന്നുള്ളൂ, അതിന് വേണ്ടി ഞാൻ അങ്ങനെ ഇടുന്നത്. അങ്ങനെ നമുക്ക് 2 പീസും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാം. ഈ നല്ല മെഷീൻ്റെ, ഇങ്ങനത്തെ ജാക്കി മെഷീൻ്റെ നമ്മളിപ്പം ഞാൻ തയ്ക്കുന്ന ആ മെറ്റൽ പ്ലേറ്റ് ഇല്ലേ, ഈ മെറ്റൽ പ്ലേറ്റിൽ കത്രിക വെക്കരുതെന്ന് എന്നോട് പറഞ്ഞു. കത്രിക വെച്ചാൽ പെയിൻറ്റ് പോകുമെന്ന്, അതുകൊണ്ട് അവിടെ വെക്കരുതെന്ന് എന്നോട് ഇത് തന്ന മനുഷ്യൻ പറഞ്ഞു. അത് ലോഹമല്ലേ, അപ്പോൾ ലോഹത്തിലെ പെയിൻറ്റ് എപ്പോഴും കത്രിക എടുത്ത് വെക്കുമ്പം അത് വൃത്തികേടായി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വശവും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമുക്ക് രണ്ട് സൈസിൽ ഈ സ്ലീവിൻ്റെ ഞുറിവ് കൊടുക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വലിയ കാണിക്ക് അടിച്ചിട്ട് നൂല് വലിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ, ഈ ബോക്സ് പ്ലീറ്റ് ഇല്ലേ, അങ്ങനെ കൊടുത്താലോ എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഞാൻ 2 അടിച്ചെടുത്ത് 2 സ്ലീവിനെ ഒരുപോലെ വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്യും. കണ്ടോ, അങ്ങനെ കളഞ്ഞിട്ടാണ് ബാക്കി ഇനിയും കയ്യിലോട്ട് പിടിപ്പിക്കുന്നത്. അപ്പോഴാണ് നല്ല വളഞ്ഞ് ഇരിക്കുന്നത്, അല്ലെ ഒരുപോലെ നിൽക്കുകയല്ലേ. അതിനുവേണ്ടി ഇങ്ങനെ കണ്ടോ, ബോക്സ് പ്ലേറ്റ് എടുക്കുന്നത് ഞാനത് കണ്ടോ, ഇങ്ങനെ ഒന്ന് അടിച്ച് നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്താലും ഇതിൻ്റെ അരിക് ഇങ്ങനെ ഫ്രില്ല് പോലെ നിൽക്കുന്നത് കൊണ്ട് എന്താ പ്ലേറ്റ് എന്നൊന്നും തിരിച്ചറിയാൻ പോകുന്നില്ല. പിന്നെ ചുമ്മാ ഒരു വെറൈറ്റിക്ക് ചെയ്ത് നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഇതുപോലെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ നമുക്കിത് മുഴുവൻ ഇങ്ങനെ പ്ലേറ്റ് ഇട്ടെടുക്കാം. നല്ല തണുപ്പാണ് ഞങ്ങൾക്ക്, നല്ല മഴയല്ലേ, 5-6 ദിവസമായിട്ട് നല്ല മഴയാണ്, തോരാത്ത മഴയും അല്ലെങ്കിൽ മൂടി അങ്ങ് കിടക്കും, നല്ല മഞ്ഞും ഒക്കെ ഉണ്ട് ചില സമയത്ത്. അങ്ങനെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഞാൻ സ്വെറ്റർ ഇട്ടേക്കുന്നത്. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും സ്വെറ്റർ ഇടുന്ന ആളല്ലായിരുന്നു, പക്ഷേ ഇന്നലെ ഇന്നുമായിട്ട് ഇടേണ്ടി വന്നു. നമ്മുടെ തയ്യൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഓൾറെഡി തയ്ച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതിൻ്റെ 1 ഇഞ്ച് മാറ്റി, കഷക്കുളത്തിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് മാറ്റി അടയാളം കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ തയ്ച്ച് തുടങ്ങാൻ പോവാം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ആ ലെങ്തൊക്കെ ഒന്ന് നോക്കണേ. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റ് ഇച്ചിലൂടെ കൊടുക്കണം, കുറവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് വലിയ വ്യത്യാസമില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ആ അരിക് കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ. അരികിൻ്റെ വശം ഒരു സ്വല്പം ഉണ്ടല്ലോ, ഒരു ഇഞ്ചോളം ഉണ്ട്, അതും കൂടി ഒന്ന് മടക്കി അടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് കയ്യിലോട്ട് കൂട്ടിപ്പിടിപ്പിക്കാം. സ്ലീവ്ലെസ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തുണി ഇല്ലായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലേ ഫുൾ സ്ലീവിൽ ഞാൻ നോക്കട്ടെ, താമസിക്കാതെ ഒരെണ്ണം ഫുൾ സ്ലീവ് കൊടുത്ത് നിങ്ങൾക്ക് ഞാൻ തയ്ച്ച് തരാം, കാണിക്കാം. അപ്പം ഞാൻ ബോഡി പാർട്ടൂടെ കാണിക്കാം ഒന്നുകൂടെ കേട്ടോ, എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് നോക്കിയേ. ഇപ്പോൾ സ്ലീവ് ഓൾറെഡി ഫിനിഷ്ഡാണ് കണ്ടോ. നല്ല വശത്തോട്ട് ചേർത്ത്, നല്ല വശം ചേർത്തിട്ട് നമ്മളിങ്ങനെ തയ്ച്ച് വരിക. നല്ല വശത്തോട്ട് ഈ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം.
ഞാൻ എന്നെ നോക്കുന്നത് മനസ്സിലായോ? ഓൾറെഡി ഫിനിഷ്ഡ് ആണല്ലോ എൻ്റെ കൈക്കുഴി, നമ്മുടെ ഈ ആം ഹോളെല്ലാം. അതുകൊണ്ട് അതിൽ നിന്ന് ഒത്തിരി പുറത്തോട്ട് നിൽക്കാത്ത പോലെ ഈ തേരുവശം കൃത്യം നമ്മുടെ തയ്യൽ തുമ്പുമായിട്ട് ചേർത്ത് വെച്ച് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനത്തെ സ്ലീവ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും കാണാൻ പറ്റും. അതുകൊണ്ട് വൃത്തിയായിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നറിയാവോ? ആ തയ്ച്ച സ്ലീവിനെ മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിക്കും വൃത്തിയായിട്ട്. കണ്ടോ? അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ നമുക്കത് ഫുള്ള് അടിച്ചെടുക്കാം. നമ്മൾ അങ്ങനെ അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി തയ്ച്ച് കഴിഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പതിച്ചടിക്കുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നമ്മുടെ ആം ഹോളൊക്കെ കാണാനായിട്ട് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. കണ്ടോ? തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ഉൾവശം ഞാൻ കാണിക്കാം. കണ്ടോ? ഉൾവശം കണ്ടോ? വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിനൊരു കുഴപ്പവും ഇല്ലാതെ വന്നില്ലേ? അങ്ങനെ ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇച്ചിരി ഒന്ന് മെനക്കെട്ട് തയ്ച്ചത്. കഴിഞ്ഞു. നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന്. നോക്കിക്കേ, തയ്ച്ച് നോക്കണം നിങ്ങൾ കേട്ടോ. തയ്ച്ച് കൊടുക്കാനും നിങ്ങൾക്ക് പറ്റത്തില്ലേ? എങ്ങനെയുണ്ട് നോക്കിക്കേ അനാർക്കലി മോഡലിൽ വന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ താങ്ക് യു.